Good morning, all. Good morning. Yes. Okay, അല്ലേ? കഴിഞ്ഞ ദിവസം വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, എവിടെ വരെയാ നമ്മൾ എടുത്ത് നിർത്തിയത്? ഓർമ്മയുണ്ടോ? ഒരു പുതിയ രീതിയിലാണല്ലോ നമ്മൾ എടുത്തു പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തു പോകുന്നത്. സോ ജസ്റ്റ് നോക്കട്ടെ. അപ്പൊ നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? അതായത് നമ്മളെ പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ അല്ലെ, അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത് അല്ലേ? പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ തുടങ്ങിയല്ലേ എടുക്കേണ്ടത് ആണോ? അസസിങ്. അപ്പോ ചെറിയ എററ് നമ്മളിപ്പോ കുറച്ച് പർപ്പസ് ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അതിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത് ഫോർമലി വെൽക്കം എംപ്ലോയീസ്, വെൽക്കമിങ് എംപ്ലോയീസ്, ദെൻ ഓവർകമ്മിങ് ഇനീഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. അതായത് നമുക്കറിയാം ഒരു ന്യൂ എംപ്ലോയി ആയിട്ട് വരുമ്പോൾ ആ എംപ്ലോയിക്ക് പുതുമ നിറഞ്ഞ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്നത്. സോ അതിനോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു ഭയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാനും അവരുടെ പേടി ഉത്കണ്ഠ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഓറിയന്റേഷൻ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ന്യൂ എംപ്ലോയീസിനെ റെഗുലർ ആക്കുന്ന അല്ലെ, ആ ഓർഗനൈസേഷന് പൊരുത്തപ്പെട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻസ്. നോക്കാം എന്താണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയത്. എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻസ്, എല്ലാ ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പരസ്പരം അവരുടെ ഇടയിൽ പങ്കുവെച്ച് പോകാനായിട്ട് ഈ ഒരു ഓറിയന്റേഷൻ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് പോയിന്റ് തുടങ്ങി നമുക്ക് നോക്കാനുണ്ട് അസസിങ് എംപ്ലോയീസ്. എന്താണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്? അസസിങ് എംപ്ലോയീസ്. Even through the selection process has assessed the training needs of the employees beforehand, induction gives the organization another chance to repeat it. ഓക്കെ, വിലയിരുത്താനായിട്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഓറിയന്റേഷൻ ടൈമിൽ എംപ്ലോയീസിന്, പുതിയ എംപ്ലോയിനെ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നത് അല്ലെ. ശരിയല്ലേ അല്ലേ? യെസ്. ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നത്. അറ്റ് എ ടൈമില് അദ്ദേഹവും ഈ പറഞ്ഞ സൂപ്പർവൈസറൊക്കെ കുറെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നുണ്ട്. അതായത് വിലയിരുത്തൽ നടത്തുമ്പോൾ ഈ ട്രെയിനിങ് നടത്തും. ഈവൻ ത്രൂ ദ സെലക്ഷൻ പ്രോസസ് ഹാസ് അസിസ്റ്റഡ് ദ ട്രെയിനിങ് നീഡ്സ് ഓഫ് എംപ്ലോയീസ് beforehand. Induction gives the organization another chance to repeat it. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവരെ എംപ്ലോയീസിനെ വിലയിരുത്താൻ പറ്റും. ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇവര് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഓർഗനൈസേഷന് ഗുണം ചെയ്യാൻ പറ്റുന്ന എംപ്ലോയി ആണോ എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ടും ഈ ഒരു
ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ടാബില് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അസസിങ് എംപ്ലോയി ആണോ? നമ്മള് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, എക്സിലിമേറ്റൈസിങ് എംപ്ലോയീസ് എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്? ഇൻഡക്ഷൻ പ്രോഗ്രാംസ് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ ദ ഓർഗനൈസേഷൻ ടു എഡ്യൂക്കേറ്റ് ദ എംപ്ലോയീസ് about the fundamentals of the job, satisfy requirements to be used and to make them accustomed to their service of the organization. ഓക്കെ, നമ്മള് മനസ്സിലാക്കുന്നു വിലയിരുത്തുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ പൊരുത്തപ്പെടാനായിട്ട് എംപ്ലോയീസുമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ പൊരുത്തപ്പെട്ടു പോകും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാത്ത പേഴ്സൺ ആയിരിക്കാം, ഇൻ കേസ് നന്നായിട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺ അല്ലാതിരിക്കാം. സോ അതനുസരിച്ചിട്ട് തന്നെ അവര് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു. പൊരുത്തപ്പെട്ടു പോകാൻ അല്ലെ, എന്താണ് ആക്സിലിമൈറ്റൈസിങ് എംപ്ലോയീസ്. എന്താണ് ഇൻഡക്ഷൻ പ്രോഗ്രാംസ് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ ഓർഗനൈസേഷൻ ടു എഡ്യൂക്കേറ്റ് ദ എംപ്ലോയീസ് about the fundamentals of the job. ജോബുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് തന്നെ എഡ്യൂക്കേറ്റ് ചെയ്തു കൊടുക്കുന്നു ഓരോ എംപ്ലോയീസിനും അല്ലെ. പുതിയ എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പക്ഷെ അവർക്ക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു പോകേണ്ടത്, സോ അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെയാണ് നിർവഹിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതെല്ലാം തന്നെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. Then safety precautions to be used. ഓക്കെ, നമുക്കറിയാം ഏതൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ റിസ്ക് പിടിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെ. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുമ്പോൾ അവർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ടൊക്കെ കയറുന്നു അല്ലേ. സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടല്ലേ കയറുന്നത്. അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അത് കൈകാര്യം ചെയ്യുന്നതിനും ആൻഡ് മേക്ക് ദം അക്കസ്റ്റംഡ് ടു അതർ സർവീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്തൊക്കെ പൊരുത്തപ്പെടലുകൾ വേണം അല്ലെ. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ഒരു എംപ്ലോയി ആകുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമായ രീതിയിലായ എംപ്ലോയി നീങ്ങണം. ഓക്കെ, തീർച്ചയായിട്ടും ജോലിയുടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്രിപ്പറേഷൻസ് എടുക്കേണ്ടതുണ്ടായെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എടുക്കാനായിട്ടും എല്ലാ കാര്യങ്ങളും അല്ലെ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു എംപ്ലോയി പൊരുത്തപ്പെട്ടു പോകും. തീർച്ചയായിട്ടും ഈ ഓറിയന്റേഷൻ ടൈമിലാണ് അവരതുമായിട്ടുള്ള പൊരുത്തപ്പെടലുകൾ നടന്നു പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ട്രെയിനിങ് ടൈമിലല്ല ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നത് അല്ലേ ആണോ? യെസ്. അപ്പോ ഫിഫ്ത് പോയിന്റിൽ അതാണ് അടുത്ത് പറയുന്നത്. ദെൻ സിക്സ്ത് പോയിന്റ് നോക്കുകയാണെങ്കിൽ കൺട്രോളിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ്. എന്താ പറയുന്നത്? കൺട്രോളിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ്. If induction programs are not clear, then employees have to learn everything by themselves. And this might increase organization expenses of learning, as it will cause the wastage of resources and work disturbances. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു എംപ്ലോയി ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുത്തില്ല എങ്കിൽ ഈ പറഞ്ഞ മാതിരി ഓറിയന്റേഷൻ ഒന്നും കൊടുക്കാതെയാണ് ആ എംപ്ലോയിയെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ആ എംപ്ലോയി എല്ലാം തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ഒരു മേലധികാരിയുടെയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെയോ അണ്ടറിൽ ഓറിയന്റേഷൻ ഒന്നും കൊടുക്കാതെ അപ്പോയിന്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയി പിന്നെ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? It will cause wastage of resources and work disturbances. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം മൈറ്റ് ഇൻക്രീസ് ഓർഗനൈസേഷൻ എക്സ്പെൻസ് ഓഫ് ലേണിംഗ് ആസ് ഇറ്റ് വിൽ കോസ്. കാരണം അവര് പഠിച്ചെടുക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് അല്ലെ വേസ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയെ എന്തെങ്കിലും രീതിയിലൊക്കെ ബാധിക്കാനായിട്ടുള്ള തടസ്സം ബാധിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. കാരണം എന്താണ്? ഒരു മേൽനോട്ട അധികാരിയുടെ അണ്ടറിലല്ലാതെയാണ് ഈ എംപ്ലോയി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അതായത് കൺട്രോളിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ്. എന്താണ് കൺട്രോളിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ഒന്നും അവിടെ അവൈലബിൾ ആകാതെ വരുമ്പോൾ എംപ്ലോയീസിന് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വന്തമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരുന്നത്.
ഞാനിങ്ങനെ സ്വന്തമായിട്ട് കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കി വരുമ്പോൾ കുറെ വേസ്റ്റേജുകളോ അല്ലെ എന്തെങ്കിലുമൊക്കെ വർക്കിന്റെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോയ്ക്കൊക്കെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. In the same way, when the employees are not able to meet their expectations with the reality, they might finally quit the organization. ഓക്കെ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരാളുടെ ഒരു മേൽനോട്ടം ഒന്നുമില്ലാതെ അവിടെ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ എന്താ പ്രത്യേകത, അവർക്ക് ചിലപ്പോ കണ്ടിന്യൂ ചെയ്ത് അല്ലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറവുകളൊക്കെ വരുത്തുമ്പോൾ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ റിയാലിറ്റിയിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അവരൊരു മേലധികാരി ഉണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവർക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴെന്താണ് അവർക്ക് കോൺഫിഡൻസ് കുറയുന്നു അല്ലെ, വരുന്ന എംപ്ലോയീസിന്റെ കോൺഫിഡൻസ് കുറയുന്നു. സോ അവരെന്താണ് ആ ഓർഗനൈസേഷനിൽ നിന്ന് രാജിവെച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഓർഗനൈസേഷനിൽ നിന്ന് അവര് സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, വീണ്ടും ഇങ്ങനെയുള്ള പുതിയ എംപ്ലോയീസിനെ കണ്ടെത്താനായിട്ട് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് തലം തുടങ്ങി അല്ലെ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട്. Okay, as a result, the human resource expenditure associated with the recruitment and the selection also increases. Okay, അപ്പൊ മനസ്സിലാക്കി പോവേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക എന്താണ് കൺട്രോളിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ്. ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ റേഡിയേഷൻ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അതായത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം തീർച്ചയായിട്ടും എന്താണ്, പുതിയ എംപ്ലോയി ആണ്. പുതിയ എംപ്ലോയി സ്വന്തമായിട്ട് അനുഭവസ്ഥരായിട്ടാണ് അവര് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ വേസ്റ്റേജുകളൊക്കെ ധാരാളം വരുന്നു. തന്നെ വേസ്റ്റേജുകളൊക്കെ ധാരാളം വരുന്നതോടൊപ്പം തന്നെ അവരുടെ കോൺഫിഡൻസ് കുറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെ ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവര് തയ്യാറെടുക്കുന്നു. ദെൻ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, വീണ്ടും റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി പുതിയ എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടതായിട്ട് വരുന്ന ചെലവുകളെ ഓർഗനൈസേഷൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ, നമ്മൾ ആ പോയിന്റ് കണ്ടു. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എന്താണ് ഡെവലപ്പിംഗ് ദ ടീം സ്പിരിറ്റ്. എന്താണ് ഡെവലപ്പിംഗ് ദ ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്? ടീം സ്പിരിറ്റ് among the colleges is facilitated when the orientation program is conducted for a group of new employees. ഓക്കെ, നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അത് അല്ലെ ഒരുമിച്ച് നമുക്കറിയാം ഓറിയന്റേഷൻ ഒക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ടീം സ്പിരിറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഒരു പുതിയ എംപ്ലോയി വരുമ്പോൾ നമുക്കറിയാം സഹപ്രവർത്തകര് അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്ത് ഒക്കെയാണ് അല്ലെ അവരോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കൂടി അവിടെ ഒരു ബലം കൂടിയാണ് അല്ലെ. ഒന്നിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു കറേജ് അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കാനായിട്ടുള്ള സ്ട്രെങ്ത് ആ പവർ ഇൻക്രീസ് ചെയ്യുകയാണ്. In addition, the capability of each member to work in a group can also be evaluated through replication of a teamwork in induction programs. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ എംപ്ലോയിനെ ഒരു സൂപ്പർവൈസർ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടായിരിക്കും അല്ലെ. അങ്ങനെ പരിചയപ്പെടുത്താനാണ് ഫെബ്രുവരീസ് അല്ലെ എല്ലാവരുമായിട്ട് സ്ഥാപനത്തിലെ പ്രവർത്തകരുമായിട്ടും അതേമാതിരി തന്നെ ടൂൾസ് ആയിട്ടും ഡ്യൂട്ടിയൊക്കെ ആയിട്ട് പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. സോ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരിൽ ഒരാളായിട്ട് മാറാനായിട്ട് പുതിയ എംപ്ലോയിക്ക് സാധിക്കുകയും ചെയ്യും. അങ്ങനെ പുതുമയോട് കൂടിയിട്ട് ടീം സ്പിരിറ്റോട് കൂടിയിട്ട് വർക്കുകളൊക്കെ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ഡെവലപ്പിംഗ് അല്ലെ ഒരു ഡെവലപ്മെന്റ് നേടിയെടുക്കാനായിട്ടും അതുകൊണ്ട് സാധിക്കും. ഓക്കെ, ടീം സ്പിരിറ്റ് among the colleges is facilitated. അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം സൂപ്പർവൈസേഴ്സ് നിങ്ങൾ പറഞ്ഞു കൊടുത്തേക്കുന്ന ടൈമിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. എല്ലായ്പ്പോഴും കുറെ കാര്യങ്ങളൊക്കെ അവര് ഏൽപ്പിക്കുമ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും ഒപ്പം തന്നെ സഹപ്രവർത്തകരെ കൂടി ചുമതലയേൽക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അവരുടെ അല്ലെ അവര് തന്നെ കൊടുക്കുന്ന സൗകര്യത്തിന്റെ മേൽനോട്ടത്തില് അല്ലെങ്കിൽ ആ സൗകര്യത്തിന്റെയൊക്കെ സാന്നിധ്യത്തില് അവർക്ക് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കുമല്ലോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സെവൻത് പോയിന്റ് ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. എന്താണ് സോഷ്യലൈസിങ് എംപ്ലോയീസ്.
അതാണ് സോഷ്യലൈസിങ് എംപ്ലോയീസ്. Socializing employees. Socialization means incorporating appropriate values, beliefs, and standards in the employee in order to enable them work together with the formal as well as the informal groups. എന്താണ് സോഷ്യലൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വാല്യൂകൾ അല്ലെങ്കിൽ സത്യങ്ങൾ അല്ലെ, ബിലീവ്സ്, വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അല്ലെ, അതെല്ലാം തന്നെ നമുക്ക് ഒന്നിച്ച് അല്ലെ ഫോർമൽ ആയിട്ട് നമുക്ക് ഔപചാരികമായിട്ട് അതേപോലെ തന്നെ അനൗപചാരികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം, പുതിയ എംപ്ലോയീസിനെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം പുതിയ നിയമങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അല്ലെ. ഉള്ള നിയമത്തിനോടൊപ്പം കൂടിച്ചേരാനായിട്ടാണ് ഈ പുതിയ എംപ്ലോയീനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അല്ലെ, പൊരുത്തപ്പെട്ട് പോകാനൊക്കെ ആയിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണ്, നമ്മുടെ കടമകൾ എന്താണ്, നമ്മൾ എന്തൊക്കെ വിശ്വാസ സത്യങ്ങള് മൂല്യം അത് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഏതൊരു കമ്പനി ആണെങ്കിലും ഫാക്ടറി ആണെങ്കിലും എവിടെയാണെങ്കിലും തീർച്ചയായിട്ടും അവരിൽ ഒരാളായിട്ട് മാറുമ്പോൾ നമുക്കറിയാം വിശ്വാസ സത്യങ്ങളൊക്കെ അവിടെ തീർച്ചയായിട്ടും അതേ മൂല്യത്തോട് കൂടി തന്നെ കീപ്പ് ചെയ്തു പോകണം. എല്ലാ സൊസൈറ്റിയിലും ഒന്നിച്ചു ചേർന്ന് അല്ലെ, അവിടെ സോഷ്യല് എല്ലാവരോടും ഒന്നിച്ചു ചേർന്ന് സമൂഹത്തിലും ഒരാളായിട്ട് തന്നെ ആയിരിക്കണം അവര് മുന്നേറി പോകേണ്ടത്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രോത്സാഹനം തന്നെയായിരിക്കും ട്രെയിനർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നവര് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോ ദിസ് obligatory beliefs, values and attitude among the employees are created with the help of induction programs. ഇൻഡക്ഷൻ പ്രോഗ്രാംസിലൂടെയാണ് ഇങ്ങനെ എംപ്ലോയിയുടെ ഇടയിൽ അല്ലെ അവരോടൊപ്പം തന്നെ ചേർന്നുള്ള വിശ്വാസവും മനോഭാവങ്ങളൊക്കെ കീപ്പ് ചെയ്ത് അവരിലൊരാളായിട്ട് വർദ്ധിക്കാനായിട്ടുള്ള ഒരു പ്രോത്സാഹനമൊക്കെ ഈ എംപ്ലോയിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പല പോയിന്റ്സുകളും ജസ്റ്റ് കണ്ടു. എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് ഓറിയന്റേഷനുമായിട്ട് വരുന്നത്. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ബുദ്ധിമ നിറഞ്ഞ എംപ്ലോയീസിന്, പുതിയ എംപ്ലോയീസിനൊക്കെ പരിചയപ്പെടുത്തുന്ന കാര്യമാണ്. ഫോർമലി വെൽക്കം ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നു. ദെൻ അവരുടെ പേടി കണ്ടൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു. ഇൻഫോർമേഷൻസ് ഒക്കെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുക, കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ അസസിങ് എംപ്ലോയീസിനെ വിലയിരുത്താനായിട്ട് അവിടെയുള്ള സൂപ്പർവൈസേഴ്സ് അല്ലെ, മേൽനോട്ട ചുമതല വഹിക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കും സാധിക്കുന്നു. ദെൻ എക്സ്ലിമേറ്റിംഗ് അല്ലെ, നെറ്റൈസിങ് എംപ്ലോയീസ്, അതായത് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സഹായിക്കുന്നു. കൺട്രോളിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഡക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുതുമ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വന്തം മനസ്സിലാക്കാനായിട്ട് കാണിക്കുമ്പോഴുണ്ടാകുന്ന വേസ്റ്റേജും അതേപോലെ തന്നെ വർക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടും ദെൻ അതേപോലെ തന്നെ പുതിയ സ്ഥാപനത്തിൽ തന്നെ നിലനിന്ന് പോകാനായിട്ട് റിറ്റൻഷൻ അല്ലെ, ഇവിടെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ആ എംപ്ലോയിക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടി വരുന്ന പോസ്റ്റുകളെയും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ 7th പോയിന്റിൽ നമ്മൾ പറഞ്ഞു ഡെവലപ്പിംഗ് ദ ടീം സ്പിരിറ്റ്. ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് ഉള്ള മനോഭാവം നേടിയെടുക്കാൻ സാധിക്കുന്നു. സോഷ്യലൈസിങ് എംപ്ലോയീസ് അല്ലെ, മനോഭാവങ്ങളും വിശ്വാസങ്ങളും മൂല്യങ്ങളൊക്കെ അത് ഒന്നിച്ച് അവരോടൊപ്പം ചേർന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ അല്ലേ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അല്ലേ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. പർപ്പസ് ക്ലിയർ ആണ്? യെസ്. അപ്പൊ അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ. എന്താണ് ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ? അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് പർപ്പസ് എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ്. ആ പോയിന്റ് ഹെഡിങ്സ് ഒക്കെ നോക്കി വെച്ചാൽ ഞാൻ ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓറിയന്റേഷൻ പല രീതിയിൽ നിർവഹിക്കാം.
ഓക്കെ, ഒരു സ്ഥാപനം ഈ രീതിയിലാണ് ഓറിയന്റേഷൻ നടത്തണമെങ്കിൽ എല്ലാ സ്ഥാപനം ആ രീതിയിൽ തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. നമ്മുടെ സ്ഥാപനത്തിന് ഏതാണോ യോജിച്ചത് ആ രീതിയിൽ തന്നെ ഓറിയന്റേഷൻ നടത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, പലതരത്തിലുള്ള ഓറിയന്റേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ നോക്കാം, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ, അതുപോലെ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ ആൻഡ് അല്ലെ സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ, ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൈവേസ്ചർ ഓറിയന്റേഷൻ. വീണ്ടും ഇവിടെ ഈ പോയിന്റ്സ് നിങ്ങളുടെ 5ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് തന്നെയാണോ പോയിന്റ്സ് വേരിയേഷൻസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് 4 തരത്തിലുള്ള ഓറിയന്റേഷൻ ടൈപ്സുകളാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ. ഓക്കെ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, ഫോർമൽ ഓറിയന്റേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ അപ്പോയിന്റീസ് ടു ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഇവിടെ എന്താണ് എടുത്ത് പറയുന്നത്? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. നമ്മുടെ കഴ്സർ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതില് നോക്കാം എന്താണ് ഫോർമൽ ഓറിയന്റേഷനിൽ പറയുന്നത്. എന്താണ് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ്. എന്ത് മെത്തേഡാണ്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ്. ഇൻട്രൊഡ്യൂസിങ് ന്യൂ അപ്പോയിന്റീസ് ടു ദ ഓർഗനൈസേഷൻ. അതിന് വേണ്ടിയിട്ട് പുതിയ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ദ നേച്ചർ ഓഫ് വർക്ക് ആൻഡ് ദ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. തീർച്ചയായിട്ടും നമുക്കറിയാം അറ്റ്മോസ്ഫിയറിനോട് ചേർന്ന രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ രൂപകൽപ്പിതം ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. This process generally requires a lot of time from the top officials as it requires them to study the needs of a new entrants and then satisfy the same. അതായത് തീർച്ചയായിട്ടും ഇതില് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, അവിടെ എന്താണ് വിശേഷണങ്ങൾ അല്ലെ, എന്താണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കണം. എന്താണ് അവരുടെ എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇപ്പൊ വരുന്ന പുതിയ എംപ്ലോയീസിന് എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. സോ അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ആദ്യം തന്നെ ആലോചിക്കേണ്ടതുണ്ട്. But it proves beneficial in the long run as this process enables the new employee to commit less number of mistakes during their working period and develops a good unity with others. Okay, അവിടെ എടുത്ത് പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലെന്താ പറയുന്നത്, it proves beneficial in the long run as this process enable the new employees to commit less number of mistakes during their working periods and develop a good unity with others. മറ്റുള്ളവരൊക്കെ ആയിട്ട് നല്ല ഐക്യത്തോട് കൂടിയിട്ടും എന്നാൽ ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്കുകളൊക്കെ വരുത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. കാരണം അവരെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നേരത്തെ കൂട്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറാക്കിയിട്ടാണ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു സെയിൽസ്മാൻ ആണ്, അല്ലെങ്കിൽ ഇപ്പോ ഹോസ്പിറ്റലൊക്കെ ആണ്, ഒരു നേഴ്സാണ്. അപ്പൊ നേഴ്സ് വരുമ്പോൾ എന്താണ് അവർക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഇന്നതാണ്, ഇന്ന ആളുടെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അധികം മിസ്റ്റേക്കുകൾ ഇല്ലാതെ തന്നെ എല്ലാവരോടും ഒത്തൊരുമയോട് കൂടിയിട്ട് പോകാനായിട്ടുള്ള സാഹചര്യം അല്ലെ, ഗുഡ് യൂണിറ്റി വിത്ത് അതേഴ്സിനോട് അല്ലെ, ആ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. During the formal orientation, the new recruits come to know about the most appropriate persons to contact for different sets of work-related problems. Okay, അവിടെ തീർച്ചയായിട്ടും പുതിയ റിക്രൂട്ട് ചെയ്ത വ്യക്തികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ വർക്കുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഏത് പേഴ്സണെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. In this process, officials of all levels of involved like CEO or general manager അല്ലെ, ഇവിടെ എന്താണ് CEO എന്ന് പറയുന്നത്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ, അല്ലെങ്കിൽ ജനറൽ മാനേജർ, functional or departmental heads, senior managers, line managers, etc.
ഈ പ്രോസസ്സ് മെയിൻലി കണ്ടക്ട് ചെയ്ത് പോകുന്നത് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹെഡേഴ്സ് ആണ് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞ ജനറൽ മാനേജറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലാണ് എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, സീനിയർ മാനേജർ അല്ലെങ്കിൽ ലൈൻ മാനേജർ അല്ലെ, ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് പർട്ടിക്കുലർ വിഭാഗത്തിന്റെ തലവനൊക്കെയാണ് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർമൽ ഓറിയന്റേഷൻ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഫോർമൽ ഇൻഡക്ഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ്. അത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു മെത്തേഡാണ് അവർക്ക് പുതിയ എംപ്ലോയീസിനെ പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. തീർച്ചയായിട്ടും അവര് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെയാണ് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. മെയിൻ ആയിട്ട് ഈ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക. ആരൊക്കെയായിരിക്കും ഈ പറഞ്ഞ അല്ലെ, സിഇഒ അല്ലെങ്കിൽ ജനറൽ മാനേജർ, ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, സീനിയർ മാനേജർ, ലൈൻ മാനേജേഴ്സ് ഒക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. Then one of the advantages of a formal orientation program is that a company might be able to win the trust of employees at the initial stage, whereas employees also feel it easy to understand the culture, working conditions, nature of work, etc. of the organization. Okay. തീർച്ചയായിട്ടും പറയാണ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ്, ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കും. കാരണം മെയിൻ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് നമ്മൾ അറിവ് സമ്പാദിക്കുന്നത്. അവിടെ നമ്മളുള്ള അല്ലെ സ്റ്റാഫിൽ നിന്നുള്ള അറിവെല്ലാം നമ്മൾ നേടിയെടുക്കുന്നത് മെയിൻ ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്ന് തന്നെയാണ് അറിവുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ അവർക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എല്ലാത്തിനെയും കുറിച്ചിട്ട് ആ ഒരു സംസ്കാര രീതിയെ കുറിച്ചിട്ട് ഏതൊരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിന്റെ ഏതൊക്കെ രീതികളാണ് അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വർക്കിംഗ് കണ്ടീഷൻസ് എന്താണ് അല്ലെ, നമ്മൾ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എന്താണ്, ആ ജോലിയുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങൾ എന്താണ്, അതിന്റെ ഡ്യൂട്ടീസ് എന്താണ് അല്ലെ, റെസ്പോൺസിബിലിറ്റി ആർക്കൊക്കെയാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും എല്ലാത്തിനും നല്ല നോളജ് ഉള്ള ഹെഡേഴ്സ് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായിരിക്കും, വിശ്വാസം കൂടുതലായിരിക്കും അല്ലേ, വിശ്വാസം കൂടുതലായിരിക്കില്ലേ, ആയിരിക്കോ? യെസ്, വിശ്വാസം കൂടുതലായിരിക്കും. The informal method of induction is quite unplanned. നമ്മളപ്പോ പഠിച്ചത് ഫോർമൽ ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ്. അത് നമ്മൾ പറഞ്ഞു സിസ്റ്റമാറ്റിക്കലി പ്ലാൻഡ് ആണെന്ന് പറഞ്ഞു, ആരൊക്കെയാണ് കൊടുക്കണമെന്ന് പറഞ്ഞു, അതിന്റെ പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു, കൂടുതൽ വിശ്വാസം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ട്രസ്റ്റ് അല്ലെ, അത് ഓർത്ത് വെച്ചേക്കാം. അതെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇൻഫോർമൽ മെത്തേഡ്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഫോർമൽ മെത്തേഡ് ആണ്. അതിൽ എന്താ പറയുന്നത്, ഇൻഡക്ഷൻ ഈസ് ക്വൈറ്റ് അൺപ്ലാൻഡ്. അത് അൺപ്ലാൻഡ് ആയിരിക്കും അല്ലെ, ഇൻഫോർമൽ മെത്തേഡ്. ഡാഷ് മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ ഈസ് ക്വൈറ്റ് അൺപ്ലാൻഡ് എന്ന് ചോദിച്ചാൽ ഏത് മെത്തേഡാണ്? ഇൻഫോർമൽ മെത്തേഡാണ്. Here the employees get acquainted with the organization's work situations through his own experience and by using a trial and error method. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം സ്വന്തം എക്സ്പീരിയൻസ് അല്ലെ, അവിടെ പറയാണ് ഗെറ്റ് അക്വൈന്റഡ് വിത്ത് ദ ഓർഗനൈസേഷൻസ് വർക്ക് സിറ്റുവേഷൻസ് ത്രൂ ഹിസ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ബൈ യൂസിങ് എ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. തീർച്ചയായിട്ടും സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് അവര് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കേസ് അവർക്ക് അല്ലെ ട്രയലായിട്ട് ചില എററുകളൊക്കെ വരുത്തിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തു പോകുന്നത്. ബട്ട് ഇൻ കേസ് ദ ന്യൂ എംപ്ലോയി ഡു ദെയർ വർക്ക് പ്രോപ്പർലി, എങ്കിലും പരമാവധി പുതിയ എംപ്ലോയി വർക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഡ്യൂ ടു ദിസ് ദേ either commit mistake from time to time or they tend to leave their jobs at the slightest opportunity. ഓക്കെ, നമുക്കറിയാം അവിടെ ചെയ്തു പോകുമ്പോഴൊക്കെ അവർക്കൊരു ചാൻസ് ഉണ്ട്, ചിലപ്പോൾ വേണമെങ്കിൽ അവർ എത്തിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. സ്വന്തമായിട്ട് തന്നെയാണ് അവര് എന്ത് എക്സ്പീരിയൻസ് നേടിയെടുക്കുന്നത്, സ്വന്തം എക്സ്പീരിയൻസ് നേടിയെടുക്കുന്നത്. സോ മിസ്റ്റേക്കുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ മേലധികാരികളുണ്ട്. സോ അവരിൽ നിന്ന് ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ്, എങ്കിലും അവര് കുറച്ച് എററുകളൊക്കെ വരുത്തിയിട്ടാണ് അവരുടെ വർക്കുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തു പോകുന്നത്. This will not only increase the labor turnover rate, but the company also needs to invest time and money in the recruitment process again. So ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ എററൊക്കെ വരുത്തുമ്പോൾ നമ്മൾ ആണെങ്കിലും പുതിയ സ്ഥലത്ത് ചെന്നുകൊണ്ട് അല്ലെ വർക്കുകളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോയി മേലധികാരികളോട് ചോദിക്കും, ഇങ്ങനെയാണോ, തെറ്റായി പോലെ എന്താ ചെയ്യണ്ടേ, വീണ്ടും പോയി ചോദിക്കും.
അല്ലെ? നമുക്ക് അത് പരിചിതമാക്കി തരാതെ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിച്ച് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനൊരു കോൺഫിഡൻസ് ഇല്ലാതെ വരും അല്ലെ? ഇനി തെറ്റ് ചെയ്യാനായിട്ട് സാധ്യത വരുമോ അല്ലെ? അങ്ങനെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയാണ്. ദെൻ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർ ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ അങ്ങനെ ജോലിയിൽ നിന്ന് വിട്ടുപോയാൽ എന്താ പ്രത്യേകത? കമ്പനിക്ക് സംബന്ധിച്ച് ലാഭമാണോ നഷ്ടമാണോ? കമ്പനിയെ സംബന്ധിച്ച് നഷ്ടമാണ് അല്ലെ? കാരണം അവരെന്താണ്, അവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും കോസ്റ്റ് അല്ലെ, എക്സ്പെൻസ് ഇറക്കേണ്ടതായിട്ട് വരും. വീണ്ടും റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ എടുക്കണം. വീണ്ടും എന്താണ്, അവര് വർക്കുകൾ കൈകാര്യം ചെയ്ത് ഈ പറഞ്ഞ മാത്രമല്ല സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തി അപ്പോയിന്റ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും. സോ അവിടെ പറയാണ് എന്താണ്, ഇങ്ങനെ ഇൻഫോർമൽ മെത്തേഡ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ടേൺ ഓവർ റേറ്റ് അത് കൂടുതലായിരിക്കും. ബട്ട് ദ കമ്പനി ഓൾസോ നീഡ്സ് ടു ഇൻവെസ്റ്റ് ടൈം ആൻഡ് മണി ഇൻ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. യെസ്, അപ്പോ എന്താണ് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? അതിനുള്ള റീസൺ എന്തുകൊണ്ടാണ്, ഒരു മേലധികാരി ഒരു സപ്പോർട്ടറോ ഇല്ലാതെ തന്നെയാണ് അവര് എന്താണ് ഇൻഡക്ഷൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്കുകളൊക്കെ ചോദിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നു, സാറ്റിസ്ഫൈഡ് അല്ലാതെ എംപ്ലോയി വിട്ടുപോകാനായിട്ടുള്ള സാധ്യത വരുന്നു. The process can be set to advantages only if the employee persists for a long and understand the organization truly. അതായത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സമയാസമയം കുറെ കാര്യങ്ങൾ പഠിച്ച് സ്വന്തം കഴിവ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ സ്വന്തം എക്സ്പീരിയൻസ് വഴി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ സ്കില്ല് നോളജ് കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ട് പോകും അല്ലെ? പക്ഷെ ഈ പറഞ്ഞ മാതിരിയുള്ള സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതനുസരിച്ചിട്ട് ഓർഗനൈസേഷന് വീണ്ടും എക്സ്പെൻസ് ഹൈലി അവിടെ വഹിക്കേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ വായിച്ചു നോക്കേണ്ട, കാരണം 4 ഓറിയന്റേഷൻ ആണ് നമുക്കുള്ളത്. ഒന്നും മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക, മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കോമൺ ഓറിയന്റേഷൻ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. സിസ്റ്റമാറ്റിക് ആണ്, ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ട്രസ്റ്റ് കൂടുതലാണ്. ഇൻഫോർമൽ ആവുമ്പോൾ ക്വൈറ്റ് അൺപ്ലാൻഡ് ആണ്, ലേബർ ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ് ആണ്. ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാതെ ആവാം, ചെയ്യാം, എങ്കിൽ കൂടി നമുക്കറിയാം പുതിയ എംപ്ലോയീസിനെ വിട്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോകാം. എന്താണ് അടുത്തത് പറയുന്നത്? അടുത്ത ടൈപ്പ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ. ഇതാണ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് thing recruiting managers need to choose is whether the orientation program should be conducted in groups or individually. ഓക്കെ, അടുത്തതായിട്ട് ഈ പറഞ്ഞ കാര്യം, അതായത് റിക്രൂട്ടിംഗ് മാനേജേഴ്സ് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു കൂട്ടമായിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കണോ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം, ഇൻഡിവിജ്വലി ഓരോ എംപ്ലോയീസിനും ഓറിയന്റേഷൻ കൊടുക്കണോ എന്നുള്ളതാണ്. If the candidates are oriented individually, then it is difficult to standardize the views of the different recruits, which is dissimilar to that of a collective orientation. Okay, രണ്ടിന്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അല്ലെ? ഒരാളെ ഇൻഡിവിജ്വലി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആൾക്ക് പർട്ടിക്കുലർ ആയിട്ട് തന്നെ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്കെ അയാൾക്ക് ക്ലിയർ ഒക്കെ ആവും. പക്ഷെ നമുക്കറിയാം റിസ്ക്കുമാണ്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും വേണ്ടി മാത്രം ഇത്തരം റിസ്ക് സഹിക്കേണ്ടതായിട്ട് വരും. പക്ഷെ പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എല്ലാവർക്കും കൂടി കൊടുക്കാം, അപ്പൊ കോസ്റ്റ് അധികം വരുന്നില്ല. എങ്കിൽ കൂടി തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എല്ലാവരും എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെക്കുള്ളത് നല്ല അനുഭവങ്ങൾ നേടിയെടുക്കാനൊക്കെ ആയിട്ടും സാധിക്കും. സോ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മനോഭാവത്തോടു കൂടിയിട്ട് അല്ലെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് തന്നെയാണ്, മാനദണ്ഡങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ ഓറിയന്റേഷൻ നിർവഹിക്കുന്നത്.
Okay, because individual orientation emphasis on a particular person viewpoint. In case നമ്മളിപ്പോ ഓറിയന്റേഷൻ അവർക്ക് കൊടുക്കുമ്പോഴും അവരുടെ മാത്രം വ്യൂ പോയിന്റ്സിന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അവരുടെ പ്രിഫറൻസ് എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്. ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം അവർക്ക് ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ചിലതിനെ കുറിച്ചിട്ട് അവർക്ക് നല്ല നോളജ് ഉണ്ടാവും, ചിലതിനെ കുറിച്ചിട്ട് വലിയ നോളജ് ഒന്നും ഉണ്ടാവില്ല. സോ അവിടെ ഇത് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിക്ക് അവരുടെ ആവശ്യമനുസരിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അവരുടെ ഒറ്റയ്ക്കുള്ള കാഴ്ചപ്പാട് വ്യൂ പോയിന്റ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. Then individual orientation is a time taking and expensive practice. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരാളെ ഓറിയന്റേഷൻ നടത്തുമ്പോൾ അതിന് എന്തായാലും എക്സ്പെൻസ് കൂടുതലായിരിക്കും അല്ലെ, ടൈമും കൂടുതലായിരിക്കും അല്ലേ, ശരിയല്ലേ? ഇൻഡിവിജ്വലി വരുമ്പോ ഓക്കെ ടൈമും കൂടുതലാണ്, എക്സ്പെൻസീവുമാണ് അല്ലെ. അതേസമയം നമുക്കറിയാം അവിടെ കളക്റ്റീവ് ഓറിയന്റേഷൻ ആണ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള റിവേഴ്സ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഇറ്റ് ഓൾസോ ഡസ് നോട്ട് ഗിവ് എനി ഓപ്പർച്യൂണിറ്റി ടു ന്യൂ കാൻഡിഡേറ്റ്സ് ടു ഇന്ററാക്ട് വിത്ത് ദിയർ ഫെല്ലോ റിക്രൂട്ട്സ്. ഓക്കെ, പുതിയ കാൻഡിഡേറ്റ്സിനൊക്കെ പരസ്പരം ഇന്ററാക്ട് ചിലർക്ക് നമുക്കറിയാം പേടിയൊക്കെ ആയിരിക്കും അല്ലെ. ഒറ്റയ്ക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ അവര് ചിലപ്പോൾ പറയുന്നതൊക്കെ അവർ കേൾക്കുക എന്ന് മാത്രമായിരിക്കും. ചിലപ്പോൾ കുട്ടിയിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുറെ ഇടവൊക്കെ വരുത്താനുള്ള സാധ്യത. അതേസമയം ഒന്നിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യും. എന്നാൽ അതേപോലെ തന്നെ നമുക്കറിയാം കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അല്ലെ. Majority of large organizations prefer a collective induction approach, but this is not the case in small organizations which need a less number of persons and hence prefer an individual induction approach. ഓക്കെ, മെയിൻ ആയിട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം സ്ഥാപനങ്ങളും ഏത് ഓറിയന്റേഷനെയാണ് താല്പര്യപ്പെടുക? നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അധികം ചെലവും വലിയ റിസ്കും ഇല്ലാത്ത ഓറിയന്റേഷൻ ആണ് ഏത്? ഇൻഡിവിജ്വൽ ആണോ കളക്റ്റീവ് ആണോ? ഏത് ഓറിയന്റേഷൻ ആണ് അധികം ചെലവും ഇല്ലാതെ അധികം റിസ്കും ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? കളക്റ്റീവ് ആണ് അല്ലെ. അതേസമയം ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും, അതേപോലെ തന്നെ കോസ്റ്റും കൂടുതലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് എംപ്ലോയീസ് അല്ലേ, വളരെ റയർ ആയിട്ട് ഒന്നോ രണ്ടോ പോസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം അല്ലെ, അത് ഒരു പോസ്റ്റൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എംപ്ലോയിയെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിവിജ്വലി തന്നെ ഓറിയന്റേഷൻ കൊടുക്കേണ്ടതായിട്ട്. ഓക്കെ, അപ്പൊ ലാർജ് ഓർഗനൈസേഷനിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കാര്യം ഏതാണ്? ലാർജ് ഓറിയന്റേഷനില് ലാർജ് ഓർഗനൈസേഷനിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഏതാണ്? കളക്റ്റീവ് ഓറിയന്റേഷൻ. ഓക്കെ, അതേസമയം ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ പ്രോഗ്രാം എപ്പോഴും നമുക്കറിയാം ലെസ് നമ്പർ ഓഫ് പേഴ്സൺസ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുള്ളൂ എങ്കിൽ ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ ഓറിയന്റേഷൻ ആയിരിക്കും എപ്പോഴും നല്ലത്. സ്മോൾ ഓറിയന്റേഷൻ അല്ലെങ്കിൽ സ്മോൾ ഓർഗനൈസേഷന് നീഡ് ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ ആണെങ്കിൽ ലാർജ് ഓർഗനൈസേഷൻ പ്രിഫർ ചെയ്യുന്നത് കളക്റ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കും. വീണ്ടും നമുക്ക് നോക്കാം. However, the individual induction approach is also popular in large organizations, but only when they need to recruit highly trained, personalized professionals who are always required in a small number. കളക്റ്റീവ് ഓറിയന്റേഷൻ ഇവിടെ വലിയ ലാർജ് ഓർഗനൈസേഷനിലും പോപ്പുലർ ആയിട്ട് വരാം എപ്പോഴാണ്? മെയിൽ പൊസിഷൻ അല്ലെ, മേലാധികാരി മെയിലായിട്ട് ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരെ കണ്ടെത്തുമ്പോൾ ഒന്നോ രണ്ടോ പോസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ, ഡയറക്ടേഴ്സ്, മാനേജേഴ്സ് അല്ലെ, സൂപ്പർവൈസർ, അങ്ങനെ കുറച്ച് പേഴ്സൺസിനെ മാത്രം കണ്ടെത്തേണ്ട പോസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം? എന്ത് ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യാം? ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇൻഡിവിജ്വൽ ഓറിയന്റേഷനും കളക്റ്റീവ് ഓറിയന്റേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി. ലാർജ് ഓർഗനൈസേഷനും പ്രിഫർ ചെയ്യുന്നത് കളക്റ്റീവ് ഓറിയന്റേഷൻ ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈമിൽ ഇൻഡിവിജ്വൽ ഓറിയന്റേഷനും ലാർജ് ഓർഗനൈസേഷനിലും സ്വീകരിക്കാറുണ്ട്. അത് പെർട്ടിക്കുലർ ആയിട്ട് അല്ലെ, ചില സംതിങ് കുറച്ച് റയർ ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രം കണ്ടെത്തേണ്ടി വരുമ്പോൾ, ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരെയൊക്കെ കണ്ടെത്തേണ്ടി വരുമ്പോൾ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക.
ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോകാലോ. സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ. എന്താണ് സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നോക്കാം. സീരിയൽ ഇൻഡക്ഷൻ ഈസ് the one in which an experienced employee takes the responsibility of training the newly appointed person. He acts as a tutor, trainer, or role model to the new recruits. Okay, ഇവിടെ പറയാണ് സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ സീരിയൽ ഓറിയന്റേഷൻ നടത്തുന്നത് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഓറിയന്റേഷൻ കൈകാര്യം ചെയ്യേണ്ടത് നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ട്യൂട്ടേഴ്സ് ആണ് അല്ലെ. അവിടെ അത് തന്നെയാണ് എടുത്ത് പറയുന്നത്. എന്താണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രെയിനിങ് ദ ന്യൂലി അപ്പോയിന്റഡ് പേഴ്സൺ. ഹി ആക്ട് ആസ് എ ട്യൂട്ടർ, ട്രെയിനർ ഓർ എ റോൾ മോഡൽ ഓഫ് ദ ന്യൂ റിക്രൂട്ട്സ്. പുതിയ റിക്രൂട്ട്സ് നടത്തേണ്ടത് സീരിയൽ ഇൻഡക്ഷൻ പ്രോഗ്രാമിലാണെങ്കിൽ ആരാണ് നടത്തേണ്ടതായിട്ട് വരുന്നത്? നമുക്ക് എന്താണ് ന്യൂലി അപ്പോയിന്റഡ് പേഴ്സൺ കൊടുക്കുന്നത് ട്യൂട്ടർ അല്ലെങ്കിൽ ട്രെയിനർ, റോൾ മോഡൽ ഒക്കെയാണ് അവിടെ കൊടുക്കേണ്ടത്. വിച്ച് ആർ എക്സ്പീരിയൻസ്ഡ് ട്യൂട്ടർ ആയിരിക്കണം അല്ലെ. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനർ ആയിരിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. സീരിയൽ ഇൻഡക്ഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടറോ അല്ലെങ്കിൽ ട്രെയിനറോ ആയിരിക്കണം പുതിയ എംപ്ലോയീസിന് ഇത്തരത്തിലുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. When such a facility is not given to the new appointees, when there is nobody to guide and to motivate them, then such a scenario is termed as a distinctive induction. ഓക്കെ, ഇത് ഇങ്ങനെ നല്ലൊരു പുതിയ എംപ്ലോയീസിന് ലഭ്യമല്ല എങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസോ നല്ലൊരു പ്രചോദനമോ ഈ ഒരു പുതിയ എംപ്ലോയിക്ക് നൽകുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ആ തരത്തിലുള്ള ഓറിയന്റേഷനെയാണ് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സീരിയൽ ഓറിയന്റേഷൻ ആണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടർ ആണ് കൊടുക്കേണ്ടത്. നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറോ മാനേജറോ ഒക്കെയാണ് എംപ്ലോയിക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല അനുഭവജ്ഞാനം ഉണ്ടാവും. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത്. സോ ഇങ്ങനെ കൊടുക്കുന്നില്ല എങ്കിൽ, ഇങ്ങനെ ഒരു ഗൈഡൻസോ ഇങ്ങനെ ഒരു മോട്ടിവേഷനോ കൊടുക്കാത്ത ഒരു പുതിയ എംപ്ലോയി ആണ് എങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻഡക്ഷൻ ആയിരിക്കും. ഓക്കെ, both the type of induction have their own pros and constraints. സീരിയൽ അതായത് രണ്ടിന്റേതായിട്ടുള്ള അല്ലെ ന്യൂനതകളും പോരായ്മകളും അല്ലെങ്കിൽ ഗുണങ്ങളും ഉണ്ട്. Serial induction helps in maintaining the prevalent working conditions as well as the customs of the workplace. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം സീരിയൽ ഇൻഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും അല്ലെ എല്ലാ വർക്കിംഗ് കണ്ടീഷൻസും എല്ലാത്തിനെയും കുറിച്ചിട്ട് നല്ലൊരു നോളജ് കിട്ടുന്നു. അവിടുത്തെ ആചാര രീതികൾ അല്ലെ തുടക്കം മുതലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഒരു ബേസിക് ഹിസ്റ്ററി മുതൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. If this process is used too much, then the company will always run on a decided set norms, and there would no further scope for any creativity or a progressive outlook, and particularly those persons who are quite creative and liberal. Okay, ഇങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം പ്രീ ഡിസൈഡഡ് സെറ്റ് ഓഫ് നോംസ് ആണ് അല്ലെ. അവിടെ മേലാധികാരികൾക്ക് നേരത്തെയുള്ള എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുള്ള പ്രീ ഡിസൈഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് പുതിയ എംപ്ലോയീസിനും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. സോ ക്വൈറ്റ് ക്രിയേറ്റീവ് ആൻഡ് ലിബറൽ, ഒരു വലിയ കുഴപ്പമില്ലാതെ അല്ലെ നമുക്കറിയാം വളരെ ഫ്രീഡം ആയിട്ടൊക്കെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ എല്ലാം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. However, if the employees in an organization are stressed and frustrated, they would pass on the same to the new recruits. തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് വലിയ പേടിയും ഉത്കണ്ഠയൊന്നും കൂടാതെ തന്നെ മുന്നോട്ട് പോകാനൊക്കെയാണ് സാധിക്കും. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി തന്നെയാണ് ഇവര് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ആ രീതിയില് സീരിയൽ ഓറിയന്റേഷൻ. ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷനിൽ അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടറോ ട്രെയിനറോ ഇല്ലാതെയാണ് ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതിലേക്ക് കൂടി നോക്കാം. Whereas the distinctive induction is just opposite because it promotes the creative and inventive effort of employees, because there is no pressure on new recruits to carry on the tradition and the customs of the organization.
ഓക്കെ, ഇവിടെ ഓർഗനൈസേഷന്റെ ഒരു ആചാര രീതി അനുസരിച്ചിട്ടോ സംസ്കാരിക രീതി അനുസരിച്ചിട്ടോ അല്ല ഈ എംപ്ലോയിയെ റിക്രൂട്ട് നടത്തുന്നത്. അവരെന്താണ് പുതിയ രീതിയിൽ അല്ലെ ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് സൃഷ്ടിപരമായ രീതിയിൽ തന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സോ അവൻ പുതുമ നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരുന്നത്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സംസ്കാര രീതിയോ ഒരു ആചാരങ്ങളോ അവിടെ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കാരണം പഴയ അല്ലെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂറ്ററിന്റെ ഒന്നും മേൽനോട്ടമില്ല. But such gains are needed to be analyzed against the competitiveness of a creative person as well as those who fail individually due to lack of active support by an experienced mentor. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് രണ്ടിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് മെന്ററിന്റെ അല്ലെ ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് അവന് കുറച്ച് നോളജ് ഒക്കെ നേടിയെടുക്കാൻ പറ്റാതെ വരും. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ ജോലിയിൽ നിന്നൊക്കെ വിട്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതേസമയം പുതുമ നിറഞ്ഞ ഐഡിയയൊക്കെ നമ്മൾ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആക്കി കൊടുക്കാനൊക്കെ ചിലപ്പോൾ പറ്റിയെന്നും വരും. കാരണം അവന് പുതിയ സംസ്കാര രീതി അനുസരിച്ചിട്ട് തന്നെയാണ് അവൻ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. Okay, the later ones generally lack the understanding of how to do their assigned work and how it will benefit the organization. Then വീണ്ടും പറയാണ് എന്താണ് ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ വഴി അവർക്ക് തീർച്ചയായിട്ടും എങ്ങനെ ഓർഗനൈസേഷന് ഗുണകരമാകാം, ഇത് ഏത് രീതിയിൽ ആണ് ഇത് കൈകാര്യം ചെയ്തു പോകുന്നത്, അതിന്റെയൊക്കെ അഭാവങ്ങൾ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടറോ മെന്ററോ ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ പുതിയ ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയോടെ ഒന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. അതായത് സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ. സീരിയലില് നമ്മൾ ഓർത്തതാണ്, മനസ്സിലാക്കി വെച്ചതാണ്. പ്രത്യേകമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ട്യൂട്ടറൊക്കെ ഉണ്ടാവും. നേരത്തെ കൂട്ടിയുള്ള രീതിയിൽ തന്നെ അല്ലെ അവർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാക്കിയൊക്കെ കൊടുക്കും. അതേസമയം ഡിസ്റ്റിങ്ക്റ്റീവ് അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും. സോ അവരുടെ എല്ലാ കാര്യത്തിന്റെ അപാകതയും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ പുതിയ ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ ആണോ? ഓക്കെയാണോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമ്മൾ ഇന്നെടുത്ത ഭാഗത്ത് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ ഉണ്ടോ? സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ വരെ നമ്മൾ എടുത്തു. ഓക്കെയാണ്. അപ്പൊ നമുക്ക് നാളെ അടുത്ത ദിവസം അതിന്റെ ബാക്കി കൈകാര്യം ചെയ്യും. ഓക്കെ, താങ്ക് യു.